സെക്സ് വരെ അവർ ഗൂഗിളിൽ നോക്കിയിട്ടാണ് പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ആരെങ്കിലൊക്കെ ഉണ്ടാക്കിവിട്ട വീഡിയോകളും അതൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങളും അവരുടെ ഇതിനെക്കുറിച്ചിട്ടുള്ള ലൈംഗികതയെക്കുറിച്ചിട്ടുള്ള അറിവുകൾ. ഒരു മാസം 850 രൂപയ്ക്ക് വന്ധ്യതയ്ക്ക് ചികിത്സിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനം ഇന്ത്യയിലുണ്ടോ എന്ന് വരെ നമുക്ക് സംശയമാണ്. അലോപ്പതി പരിപൂർണമായും കൈവിട്ട എൻ്റെ അടുത്തേക്ക് വരുന്നത് അത് വേറൊരു ഇതാണ്. അല്ലാണ്ട് ഫ്രഷ് ആയിട്ടൊരു പേഷ്യൻറ്റ് ഒരു 2 വർഷം 3 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് കുട്ടിയില്ലാന്ന് വരുന്നില്ല. അലോപ്പതി നീട്ടിവലിച്ച് ഇനി ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് വിടുമ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നുള്ളൂ. അവരുടെ പ്രതീക്ഷകളെല്ലാം നശിച്ചിരിക്കുന്ന ഒരാളെ വീണ്ടും കുറേ പ്രതീക്ഷകൾ കൊടുത്ത് വീണ്ടും വിഷമത്തിലേക്ക് തള്ളിവിടുന്നതിൽ അർത്ഥമില്ലല്ലോ. അവരതൊരു പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കഴിയാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വീണ്ടും അവരെ മാനസികമായി പീഡിപ്പിക്കുന്നതിനോട് താല്പര്യമില്ല. അതായത് കല്യാണം കഴിഞ്ഞു, അപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ തൽക്കാലം നമുക്ക് കുഞ്ഞു വേണ്ട, നിൻ്റെ പഠനം കഴിയട്ടെ, നിനക്കൊരു ജോലിയാവട്ടെ, എന്നിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയത്ത് ഒരു കുഞ്ഞുങ്ങളുണ്ടാവണം എന്ന് പറയുന്ന ബുദ്ധിശൂന്യത കാണിക്കുന്ന ഒരുപാട് അറിവ്, അതായത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇത്തരം ബുദ്ധിശൂന്യത കാണിക്കുന്ന ധാരാളം ദമ്പതികളെ എനിക്കറിയാം. ഈ പാരമ്പര്യത്തിൻ്റെ ഇടയിൽ മന്ത്രവാദവും പിന്നെ വേണ്ടാത്ത ആഭിചാരക്രിയകളൊക്കെ നടത്തി ഈ പാരമ്പര്യ വൈദ്യൻ എന്നതിനപ്പുറത്ത് ജനങ്ങളെ മാക്സിമം ചൂഷണം ചെയ്യുകയും സമൂഹത്തെ ദുരുപയോഗം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നത് അത് യഥാർത്ഥ പാരമ്പര്യ വൈദ്യന്മാരല്ല.